السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق. قال النبي صلى الله عليه وسلم: إياكم والغلو فإنما هلك من كان قبلكم بالغلو في الدين. فأجاب رب العالمين دعاءه وأحاطه بثلاثة الجدران حتى غدت أرجاؤه بدعائه في عزة وحماية وصيان. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സാരസമ്പൂർണമായ ഒരു അനുഭവം ബഹുമാന്യനായ ഫൈസി അവർകൾ നടത്തുകയുണ്ടായി. അതുപോലെ മർക്കസ് സഖാവത്ത് സുന്നിയയിൽ നിന്ന് 1995 ഇന്ന് സഖാഫികളുടെ കൂട്ടത്തിൽ വല്ലാതെ വായാടികളായി നടക്കുന്ന അലവിയും അതുപോലെ തന്നെ സുലൈമാൻ മാളിയക്കൽ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർ അവരോടൊന്നിച്ച് സഖാബി വിരുദം പഠിക്കുകയും അതോടുകൂടെ തന്നെ ഏതടിസ്ഥാനത്തിലാണോ അവർ കാമിൽ സഖാഫിക്ക് അർഹരായത് അതേ രൂപത്തിൽ തന്നെ അവരോടൊന്നിച്ച് ഞാനും കാമിൽ സഖാഫിയായി ബിരുദമെടുത്തു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇപ്പറഞ്ഞ ആളുകൾക്കൊക്കെ മുസ്തഫ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുന്ന ഒരാളല്ല എന്ന് ഇവർക്കൊക്കെ അറിയാം. ഞാനൊരു വലുത് പറയുകയല്ല, കാരണം ഇങ്ങനെ പറയണം അവരോട്. ഈ അടുത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച പട്ടാമ്പിയിൽ നിന്ന് സലഫി പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വല്ലപ്പുഴക്കടുത്ത് ചെറുവോട്ടുള്ള ഒരു സഖാഫിയുമായി കണ്ടുമുട്ടി. അദ്ദേഹം പെട്ടെന്ന് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതിന്റെ പേരിൽ ആദ്യമായി സലാം പറഞ്ഞപ്പോൾ വളരെ വികാരത്തോടുകൂടെ വഅലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞ സലാം മടക്കി. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വേറൊരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. ആ സഹോദരനോട് എന്നെക്കുറിച്ച് അയാൾ പരിചയപ്പെടുത്തുകയാണ്, സഖാഫി പരിചയപ്പെടുത്തുകയാണ്, ഇവനാണ് ശംസുൽ ഉലമ ളാലും മുദല്ലുമാണ് എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിലേക്ക് പോയവൻ. ഇത് കേട്ടപ്പോൾ ആ സഹോദരൻ ഞെട്ടലോടുകൂടെ, വളരെ വിഷമത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ എന്റെ മുഖത്ത് നോക്കുകയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ സഹോദരനോട്, എന്റെ സഖാഫിയോട് ഞാൻ പറഞ്ഞു,
ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു സഖാഫിയുടെ മനസ്സിൽ അയാൾക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. കാരണം 95 എന്റെ കൂടെ വിട്ട ആളാണ് ആളെ. അതിന്റെ മുമ്പ് ഞാൻ മർക്കസിൽ പഠിക്കുന്നതിന്റെ ഞാൻ മർക്കസിൽ 7 വർഷത്തോളം മർക്കസിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് ശംസുൽ ഉലമക്ക് അവിടെ ദർസുണ്ടായിരുന്നു. അങ്ങനെ സമസ്തയൊക്കെ പിളർന്നതിന്റെ ശേഷം പിന്നെ അദ്ദേഹത്തിന് അവിടെ ദർസും പോയി. മാത്രമല്ല ഈ മൗലവിമാരെ മനസ്സുന്ന ഏതാളുടെ സ്ഥാനം പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആ ശംസുൽ ഉലമ ളാലും മുളല്ലും ആണെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്കാണ് ഇയാൾ പോയതെന്ന് പറഞ്ഞപ്പോ, അല്ല സഖാഫി, നമ്മളെ ശൈഖുന ഉള്ളാൾ തങ്ങൾ പറഞ്ഞിട്ടില്ലേ കഫറാന്ന്? നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ മൂപ്പരോടെ നിന്ന് പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വാത് തുറന്നെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ സലാം ചെല്ലി സലാം വിളിക്കും. സലാം വിളിക്കുന്നതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്തരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തം ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. ശൈഖുന മടവൂർ അല്ലേ, അവ മടവൂര് പറഞ്ഞിട്ടുണ്ടല്ലോ ആര് കഫറാന്ന്? ശംസുൽ ഉലമ കഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആരാണത് ഹിക്കായത്ത് ചെയ്തത്? നമ്മളെ നേതാവ് ആര്? ഉള്ളാൾ തങ്ങൾ അല്ലേ. അപ്പൊ അദ്ദേഹം ഉരുളാണ്. അന്ന് ഉള്ളാൾ തങ്ങൾ വളരെ വിഷമിച്ച് നിൽക്കുന്നൊരു സമയമാണ്. കാരണം ഉള്ളാൾ തങ്ങളുടെ ഉസ്താദാണ് ആര്? ശംസുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ഇ.കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് ആരും? ഈ ഉള്ളാൾ ശംസുൽ ഉലമയുടെ ബന്ധുവാണ് ആര്? നമ്മുടെ മടവൂർ ഷെയ്ഖ്. മാത്രമല്ല ഉള്ളാൾ തങ്ങളുടെ ഷെയ്ഖുമാണ്. അപ്പൊ ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, ഞാൻ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? കാരണം അപ്പുറത്തിന്റെ ഉസ്താദാണല്ലോ, ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണം? അപ്പൊ ആര് പറയാണ്? ഷെയ്ഖിനെ മടവൂര് പറയണം, അയാളൊരു കന്നൂട്ടിയാനാണ്, അയാളെ കൂടെ നിൽക്കണ്ടെന്ന്. അങ്ങനെയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പിന്നെ അവിടെ ഒന്നും മിണ്ടില്ല. പോട്ടെ സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ഒരു വിഡ്ഢിത്തരം, ഒരു പൊട്ടത്തരാണ് അവരുടെ അടുത്തുള്ളത് എന്നൊരു വസ്തുത നാം മനസ്സിലാക്കണം. കാരണം അവർ ഉൾക്കൊള്ളുന്നതാണ് സത്യം, അതെല്ലാം മറുഭാഗത്തുള്ളതാണ് സത്യം, മുജാഹിദാണ്, ഒന്നും അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഏതായിരുന്നാലും അദ്ദേഹം എന്നിട്ട് എനിക്കൊരു പ്രാർത്ഥന നടത്തി. എന്താണത്? നീ സത്യത്തിലാണെങ്കിൽ അള്ളാഹു എനിക്ക് ദീർഘായുസ് നൽകട്ടെ. അതല്ല, ഈ ജനങ്ങളൊക്കെ ഈ തലയെക്കെട്ടും കെട്ടി പേപ്പിക്കാനാണ് എന്റെ ഉദ്ദേശം. അള്ളാഹിന്റെ പതനം മരിപ്പിക്കട്ടെ. സഹോദരന്മാരെ, ഇതാണ് സഖാഫികളുടെ അവസ്ഥ. അതല്ലേ, അൽഹംദുലില്ലാഹ്. ഞാൻ അദ്ദേഹത്തോട് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ കൂടെ വേറൊരു പയ്യനുണ്ടായിരുന്നു, ഒരു സലഫി പയ്യനുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ സംസാരിച്ച ആളുകളൊക്കെ കൂടുമ്പോൾ പ്രശ്നമില്ലെന്ന് വിചാരിച്ചിട്ട് മിണ്ടിയില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശംസുൽ ഉലമ ളാലും മുളല്ലുമാണ് എന്ന് പറഞ്ഞ കക്ഷികളെ കുറിച്ചല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ആളുകളെ കുറിച്ചാണ് ളാലാണ് മുളല്ലാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, അതല്ലെങ്കിൽ പഴച്ചവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിന് മർക്കസിൽ നിന്ന് ഏതായാലും പാസ്സായി 2 വർഷത്തോളം ദർസ് നടത്തിയിട്ടുണ്ട്. എന്റെ ശിഷ്യന്മാരിപ്പോൾ സഖാഫികളുണ്ട്, സഅദികളുണ്ട്. അങ്ങനെ റാസൽ ഖൈമയിൽ ചെല്ലുകയും
അവിടെ സൗദി അറേബ്യയുടെ കീഴിലുള്ള ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ അറബി കോളേജിന്റെ തൊട്ടു മുമ്പിലായി മക്തബത്തു മക്ക അസ്സഖാഫിയ എന്ന് പറയുന്ന ഒരു മക്തബയിൽ, ഒരു ബുക്ക് സ്റ്റാളിൽ ജോലി കിട്ടി. അങ്ങനെ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുമായി, സലഫി പണ്ഡിതന്മാരുമായി ഒരുപാട് ബന്ധപ്പെട്ടു. ആ കൂട്ടത്തിലാണ് യു പിക്കാരനായ ഷെയ്ഖ് വലിയുള്ള ഷെയ്ഖുൽ ഹദീസ്, അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം എന്നെ ഒരുപാട് ഉപദേശിക്കുകയും ഹദീസ് സംബന്ധമായി അദ്ദേഹത്തിന്റെ മുദക്കിറ എന്ന് പറയുന്നത് ഇന്ന് മർക്കസിലെ ഉസ്താദുമാർ പഠിപ്പിക്കും പോലെയോ അതല്ലെങ്കിൽ മറ്റുള്ള പട്ടിക്കാടാവട്ടെ ഇവിടെയുള്ള ഏത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഥവാ സലഫികളുടേതല്ലാത്ത ഏത് ജാമിയ ആവട്ടെ എന്തോ ആവട്ടെ അവിടെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അത് ഷെയ്ഖുൽ ഹദീസ് ആവട്ടെ ഇനി ഖമറാവട്ടെ ആരാവട്ടെ, ഇവർക്കൊക്കെ നല്ലൊരു പാഠമാണ് ഈ ഷെയ്ഖുൽ ഹദീസ്. എങ്ങനെയാണ് ഷെയ്ഖുൽ ഹദീസ് എന്നല്ല, അവിടെയുള്ള എല്ലാ പഠിപ്പിക്കുന്ന ഫിഖീന്റെ പണ്ഡിതന്മാരാവട്ടെ ആരാവട്ടെ അധ്വാനിച്ച് ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കി സ്വയം ഒരു മുദക്കിറയുണ്ടാക്കി ആ മുദക്കിറ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാനും ഒരു ഷെയ്ഖുൽ ഹദീസിന്റെ കീഴിൽ പഠിച്ച ആളാണ്. അദ്ദേഹം വളരെ അന്തരം, പരസ്പരം എന്തെല്ലാം നിലക്ക് അന്തരം. ശരിക്ക് മഹാനായ ഈ ഷെയ്ഖ് വലിയുള്ള അത് ഷെയ്ഖുൽ ഹദീസാണെന്ന് ബോധ്യപ്പെടുകയും മറുഭാഗത്ത് അതൊരു ഷെയ്ഖുൽ ഹദീസല്ല, പിന്നെ ബിദ്അത്ത് എങ്ങനെ അത് ബിദ്അത്തും ഖുറാഫാത്തും എങ്ങനെ അത് മതമാക്കി മാറ്റാൻ പറ്റും എന്ന് സ്ഥിരപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഷെയ്ഖായിട്ടാണ് എനിക്ക് മനസ്സിലായത്. സത്യം അങ്ങനെയുമാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ പ്രസ്ഥാനത്തെയല്ല ഞാൻ ആദ്യം അറിയുന്നത്. ഞാനിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. പിന്നീടാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഈ ആശയം ഉൾക്കൊള്ളുന്ന, ബഹുമാന്യനായ പണ്ഡിതൻ പറഞ്ഞ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ സംസാരിക്കുവാനും ഒന്നിച്ച് നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പറ്റുന്ന ഒരാളുകൾ ഇക്കൂട്ടരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയും നിങ്ങൾക്കൊക്കെ അതിന്റെ CD വേണമെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. ജിദ്ദയിൽ വെച്ച് തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരന്മാരെ, എന്റെ കൂട്ടുകാരായ ഈ സഖാഫികൾക്കും മറ്റും പിഴച്ചതിന്റെ പ്രധാന കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിക്കുകയും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തൊരു വിഷയമാണത്. എന്ത്? ജൂതരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അഹ്ലൽ കിതാബ്, അഹ്ലി കിതാബുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരു വിടരുതേ, വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ സത്യമേ പറയാവൂ. എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ ആശയത്തെ ഊന്നൽ നൽകിയിട്ട് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, മനുഷ്യരെ മുൻഗാമികൾ പിഴച്ചത് അത് അള്ളാഹു അഹ്ലി കിതാബികളെ, ജൂതന്മാരെയൊക്കെ ശപിച്ചത് ഇന്നതുകൊണ്ടാണെന്ന് അള്ളാഹു പറഞ്ഞ റസൂല് പഠിപ്പിച്ച
ഏതെല്ലാം ആശയങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ കൂട്ടുകാരിൽ ഉണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, പരത്തി പറയുകയല്ല. ഒറ്റ ഉദാഹരണത്തിന് വളരെ വിഷമത്തോടുകൂടി എൻ്റെ സഹോദരന്മാർ എന്നെ കൂടെ പഠിച്ച ആളുകളാകുമ്പോൾ എൻ്റെ ഈ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച സംഭവം നിങ്ങളോട് പറഞ്ഞല്ലോ, ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു സമയത്ത് പറയാണ്, എടോ നീ മുജാഹിദായിട്ട് ഈ ജനങ്ങളൊക്കെ പറ്റിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ തുണക്കാരായ എന്നോടും മറ്റുള്ള ആളുകളോടൊക്കെ ഇത് പറഞ്ഞു തരേണ്ടത്. സക്കാഫി പറയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഞാനും എൻ്റെ മാർക്കൊരു സക്കാഫിയാണല്ലോ, ഒരു സക്കാഫി പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഒരു ഷെയ്ഖ് പറഞ്ഞിട്ടോ അല്ല, അതുപോലെ കുറച്ചൊന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ, അയാളെ ചിന്തിക്കുന്ന കാര്യം ഞെരിക്കുക. കാരണം എന്താ, അയാള് അബുദാബിയിൽ ഹജ്ജ് ഉംറ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഹജ്ജ് ഉംറന്റെ കമ്പനി കൊണ്ടുപോകുന്ന ഒരാള് പെട്ടെന്നൊന്നും ചിന്തിക്കൂല. ചിന്തിക്കണം ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകാനും ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാരണം ഇപ്പൊ നിലനിൽപ്പ് എന്താണ്, ഈ ഖുറാഫാത്തുമ്മലാണ്. നമുക്കറിയാലോ, ജിദ്ദയിലേക്ക് വരുന്ന ആളുകളെയും അതുപോലെ തന്നെ ജിദ്ദയെന്ന് മദീനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പ്രസംഗമൊക്കെ ബസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയാലോ. അതുകൊണ്ട് ഇപ്പൊ നേരാകുന്നൊരു കോലം കാണുന്നില്ല. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, എന്റെ കൂട്ടുകാരനാണല്ലോ ബഹുമാന്യനായ സുലൈമാൻ സഖാഫി. എന്താണ് അദ്ദേഹം ചെയ്തത്? നിങ്ങൾക്കൊക്കെ അറിയാം, വിശുദ്ധ ഖുർആൻ അല്ലേ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പക്ഷേ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇذനില്ലാഹ് വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നമുക്കൊക്കെ അറിയുന്ന സുപ്രസിദ്ധമായ ആയത്ത് അല്ലേ. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഉളുപ്പുമില്ലാതെ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നുള്ളത് റസൂല എന്നാക്കിയില്ലേ? എന്തിനാ റസൂല എന്നാക്കിയത്? അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയും റസൂലിനോടും പൊറുക്കലിനെ തേടുകയും ചെയ്യുക. അങ്ങനെ ആക്കിത്തർ അർത്ഥവും വെച്ച് ഒരു ഉളുപ്പില്ലാണ്ട് തിരുത്തിയിട്ടുമില്ല. പിന്നെന്താ, ഒട്ട് ന്യായങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവ ചുരുക്കി പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന, അതുപോലെ തന്നെ മതത്തിൽ ഇല്ലാത്തതുണ്ടാക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഒരു പ്രവണതയുടെ ഉടമകളായി ഈ വിഭാഗം മാറി എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുക. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഒരാൾ തുമ്മിയിട്ട് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ടോ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ സലാത്തും ചൊല്ലി. എന്താ തെറ്റ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് തെറ്റാണോ? പക്ഷെ നിങ്ങൾ നോക്കൂ, ഇത് കേട്ട ഉടനെ മുത്തബിഉ സുന്നയായ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്. പിന്നെയോ ബൽ ഖാല ഇദാ അതസ അഹദുക്കും ഫല്യഹ്മദില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. വലം യഖുൽ, റസൂലുള്ള പറഞ്ഞിട്ടില്ല വൽ യുസല്ലി അലാ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല.
അപ്പൊ എന്താ തെറ്റ്? ഈ മനുഷ്യൻ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. ആ അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ ശേഷം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്തും ചൊല്ലി. ഇത് കേട്ട ഉടനെ സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി, ഇപ്രകാരമല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ബൽ ഖാൽ, പിന്നെ റസൂലുള്ള പറഞ്ഞത്, ഇദാ അതസ അഹദുക്കും ഫൽയഹ്മദില്ലാഹ്, ആരെങ്കിലും തുമ്മിയാൽ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വലം യഖുൽ, റസൂലുള്ള പറഞ്ഞിട്ടില്ല, വൽ യുസല്ലി അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും ചൊല്ലണേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എന്റെ കൂട്ടുകാർ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്തുണ്ട്, ഇഖാമത്തിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നു, നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് 10 സ്വലാത്ത്, ചില ആളുകൾ 3 സ്വലാത്ത്. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ള പറയാലോ. ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദുആന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാൻ സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോ, അഭിവന്ദനായ ശംസുറണ ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാതിരി ചൊല്ലി. അപ്പോ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യാ, സ്വലാത്ത് അല്ല. ഇതാണ് എന്റെ സമീപനം. എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഇഖാമത്തിന്റെ സമയത്ത് പഠിപ്പിച്ചിട്ടില്ല, നമസ്കാര ശേഷം ഇങ്ങനെ സ്വലാത്തുണ്ടെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ ഇല്ല. ഇത് ഈ മൗലവിമാരിൽ നിന്ന് കിട്ടൂല ഈ അറിവ്, പിന്നെ സലഫികളിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഇന്ന് എവിടെത്തിയ ബിദഅത്ത്? മുട്ടിപ്പിടിക്കല് അല്ലെങ്കിലും സ്വലാത്തിൽ ഒരു ബിദഅത്തുണ്ട് 27 രാവിന്. മറിച്ച് ഇന്നൊരു ബിദഅത്ത് അവിടെ നടക്കുന്നുണ്ട്. സിറാജ് പത്രത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. മമ്പുറം തങ്ങളുടെ നേർച്ച യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് കഴിഞ്ഞുട്ടോ. ആര്? ഇ.കെ. വിഭാഗക്കാരൻ നടത്തി കഴിഞ്ഞു മമ്പുറം തങ്ങളുടെ പേരിലുള്ള ആണ്ട് നേർച്ച. ഇന്ന് മുട്ടിപ്പടിക്കർ സ്വലാത്തുണ്ട്. എന്താ സ്വലാത്ത്? അവിടെ മമ്പുറം തങ്ങളുടെ നേർച്ചയാണല്ലോ. അതെന്താ? അവിടെ പോയി പറഞ്ഞ മാതിരി ഇനി പിന്നെ മടവൂര് പറഞ്ഞതുപോലെ മമ്പുറം തങ്ങൾ നിങ്ങളെ ഭാഗത്താപ്പൻ അവിടെ ജാറുണ്ടാവണം നോക്കിയാൽ മതി. അങ്ങനത്തോടത്തിന് കാര്യങ്ങൾ. ഏതായിരുന്നു സഹോദരന്മാരെ, ഞാൻ നീട്ടി പറയുകയല്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലത്തെ ബിദ്അത്തുകളെ എത്ര ഗൗരവത്തോടുകൂടെയാണ് മുസ്ലിം ഉമ്മത്തിനെ വെടിയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്.
എന്താണ് ആ പ്രാർത്ഥന? ഉറങ്ങാൻ കിടക്കുമ്പോൾ മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അതൈത മൽജഅക ഫതവല്ല ഉളൂഅക ലിസ്സലാത്ത് ثم التجع على شقك الأيمن ثم قل اللهم أسلمت وجهي إليك وفضلت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك اللهم آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നീ فإن مت من ليلتك فأنت على الفطرة, നീ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് മരിച്ചാൽ മുസ്ലിമായിട്ടാണ് നീ മരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പദം അല്ലാഹുമ്മ ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഇവിടെ നബിയിക എന്ന പദമാണ് റസൂലുള്ള ഉപയോഗിച്ചത്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇതിനെ റസൂലുള്ളാഹിക്കൊന്ന് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ചൊല്ലിക്കൊടുത്തപ്പോൾ ഫലമ്മാ ബലഗതു, ഞാൻ എത്തിയപ്പോൾ ആമന്തു ബികിതാബികല്ലദീ അൻസൽത, ഇത് കഴിഞ്ഞിട്ട് ഖുൽതു ഞാൻ പറഞ്ഞു വറസൂലിക, നബിയിക എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് വരെ റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞു. എന്താണ് വ്യത്യാസമുള്ളത്? റസൂലുള്ളാഹി പഠിപ്പിച്ചത് നബിയിക എന്നാണ് പറയാൻ പറഞ്ഞത്. മഹാനായ ബറാ ഇബ്നു ആസിബ് തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോൾ റസൂലിക എന്നായി. എന്താണ് സഹോദരന്മാരെ വ്യത്യാസമുള്ളത്? എന്താണ് മാറ്റിയാൽ കുഴപ്പമുള്ളത്? നമുക്ക് അങ്ങേ ചിന്തിച്ചേക്കാമല്ലോ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട ഉടനെ പറഞ്ഞു, ലാ, റസൂലുള്ള പറയുകയാണ് അങ്ങനെയല്ല, വനബിയികല്ലദീ അർസൽത എന്നു തന്നെ പറയണമെന്ന് റസൂലുള്ള പറഞ്ഞു. എന്താണ് സഹോദരന്മാരെ നബിയിക എന്ന് പറയുന്ന റസൂലുള്ള പഠിപ്പിച്ചെടുത്ത് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റസൂലിക എന്ന റസൂൽ എന്ന പദം പ്രയോഗിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അത് പാടില്ല, നബിയിക എന്ന് തന്നെ പറയണമെന്ന് പറയാൻ കാരണം നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കുന്നത്, ഒരു ദിക്ർ പഠിപ്പിക്കുന്നത്, ഒരു ആയത്ത് പഠിപ്പിക്കുന്നത്, ഒരു ഹദീസ് പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്യ് പ്രകാരമാണ്. അല്ലാഹു റസൂലിന് പഠിപ്പിച്ചത് നബിയിക എന്നാണ്. അപ്പോൾ അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരം പഠിപ്പിച്ചതിൽ അല്ലാഹുവിന്റെ റസൂലിന് പോലും മാറ്റാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ചതിന്റെ ഉദ്ദേശമെന്ന് മുസ്ലിം സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. എത്രയാണ് ഇതിന്റെ ഗൗരവം! നല്ലതല്ലേ എന്ന് വിചാരിച്ചതുകൊണ്ടല്ലേ എന്ന് സ്വലാത്ത്